പ്രിയപ്പെട്ട അജിത് ബ്രദർ നമ്മുടെ നടുവിലുണ്ട്. അജിത് ബ്രദറിൻ്റെ സമയം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊക്കെ ആ സാക്ഷ്യം കേൾക്കാൻ വലിയ ആഗ്രഹത്തോടു കൂടി ആയിരിക്കുകയാണ്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ്, എനിക്കൊന്ന് അപ്രോക്സിമേറ്റ് 1.5 വർഷമെങ്കിലും ആയി കാണുമെന്ന് തോന്നുന്നു, അജിത് ബ്രദറിൻ്റെ സാക്ഷ്യം ആദ്യമായിട്ട് ഞാൻ കേട്ടത്. എനിക്ക് വളരെ സന്തോഷം തോന്നുവാൻ ഇടയായിത്തീർന്നു. ആ സമയത്ത് ഞാനൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, നമ്മുടെ ചാനലിൽ ഒന്ന് കൊണ്ടുവരാൻ. അന്ന് നമുക്ക് സാവകാശം കിട്ടിയില്ല. എന്നാൽ പെട്ടെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ അജിത് ബ്രദറുമായിട്ട് കണക്ട് ചെയ്യുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യും. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാനും വിശ്വസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാൻ തുടർന്നുള്ള സമയങ്ങൾ പ്രിയപ്പെട്ട അജിത് കുര്യൻ തോമസ് നമ്മളൊക്കെ ആ സാക്ഷ്യം കേൾക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടിയായിരിക്കുകയാണ്. പ്രൈസ് ലോർഡ് അജിത് ബ്രദറെ, സുഖമായിട്ടിരിക്കുന്നേ? യു കെയിൽ നിന്നാണ് ജോയിൻ ചെയ്തത് അല്ലേ? അയർലൻഡിൽ നിന്ന്. ശരി. പിന്നെ കഴിഞ്ഞ സാക്ഷ്യം പറഞ്ഞപ്പോൾ അയർലൻഡിലായിരുന്നോ? അയർലൻഡിൽ തന്നെയായിരുന്നു. എത്ര വർഷം ഇവിടെ ആയിട്ട്? 5 years ആയി. 5 years ആയി. ഓക്കെ. കുടുംബമായിട്ട് അയർലൻഡിലായിരിക്കുന്നു. നാട്ടിലോ? നാട്ടില് എറണാകുളത്താണ് ഞങ്ങളിപ്പം താമസിക്കുന്നത്. നാട് വയനാട്. ഓക്കെ. ഒരു പ്രത്യേക രീതിയിൽ അല്ലേ, വ്യത്യസ്തമാകുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒറ്റയ്ക്ക് വരുവാനൊക്കെ ഇടയായി തീർന്നു. പണ്ട് ഞാൻ ആ സാക്ഷ്യം ഒന്ന് കേട്ടതാണ്. അപ്പോൾ ഇനിയുള്ള സമയങ്ങൾ അജിത് ബ്രദറിന് എടുക്കാം കേട്ടോ. സമയം കടന്നുപോയെന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഞങ്ങളെല്ലാം കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. കർത്താവ് ഉപയോഗിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിംഗ് ഒരു ഇൻഫോർമൽ മീറ്റിംഗാണ് കേട്ടോ. നമ്മൾ സാധാരണ സഭായോഗത്തിന് പ്രസംഗിക്കുന്ന പോലെ, സാക്ഷ്യം പറയുന്ന പോലെ ഒന്നും വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളാണ്. വളരെ ഇൻഫോർമൽ മീറ്റിംഗ് ആണ്. നമുക്ക് തമ്മിൽ സംസാരിക്കുന്ന പോലെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ദൈവം സഹായിക്കട്ടെ. കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു വൈകിയ സമയം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് വരുവാൻ ദൈവവഴിയാക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കി വീണ്ടും എൻ്റെ സാക്ഷ്യമായി എനിക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുവാൻ ദൈവവഴിയാക്കിയതിന് വീണ്ടും ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായ ഈ ആസാദി TV, അതേപോലെ തന്നെ ഫിനി പാസ്റ്റർ ഓർത്തേം കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഒരു ചാനൽ ഒത്തിരി അനേകർക്ക് അനുഗ്രഹമാണെന്ന് കേൾപ്പാനിടയായി. പാസ്റ്റർ പറഞ്ഞ പോലെ കുറച്ച് നാൾക്ക് മുൻപ് പാസ്റ്റർ എന്നെ കോണ്ടാക്ട് ചെയ്തെങ്കിലും ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദൈവം അത് ഒരുക്കി വെച്ചു. ഞാനും എപ്പോഴും ഒരു വിഷയം എൻ്റെ മുൻപിൽ വരുമ്പോഴും, ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകേണ്ട കാര്യങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ ഒരാളെ ചോദിച്ചാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, ദൈവഹിതമായി അത് എൻ്റെ മുന്നിൽ വരുന്ന പോലെ, അതൊരു മുഖാന്തരം ഒരുക്കുന്ന പോലെ ഒരുക്കുമ്പോൾ അത് അനേകർക്ക് അതൊരു ബ്ലെസ്സിങ് ആയി തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പും. അപ്പൊ എന്ന പോലെ തന്നെ ഇതൊരു ദൈവഹിതം പോലെ ദൈവം ഒരുക്കുവാൻ ദൈവടിയാക്കി. അത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് ഒരു അനുഗ്രഹമായി ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും എൻ്റെ ഈ ഒരു ടെസ്റ്റ് മണി ഒരു അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ ആരംഭിക്കുന്ന ആദ്യമായ ഒരു ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. സങ്കീർത്തന പുസ്തകം 66-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അത് നമ്മളോട് ഇങ്ങനെ പറയുന്നു: സകല ഭക്തന്മാരായുള്ളവരെ വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. എൻ്റെ പേര് അജിത് കുര്യൻ തോമസ് എന്നാണ്. ഞാൻ അയർലൻഡ് പ്രദേശത്ത് ഒരു നേഴ്സായി ജോലി ചെയ്യുകയാണ്. എൻ്റെ ഭാര്യ, അതേപോലെ തന്നെ 2.5 വയസ്സ് പ്രായമായ എൻ്റെ കുഞ്ഞും ഇവിടെയുണ്ട്. നാട്ടിലെ എൻ്റെ കുടുംബം, പപ്പ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, അവർ 2 കുഞ്ഞുങ്ങളുമായി അവർ എറണാകുളത്തും, എൻ്റെ സ്വന്തം നാട് വയനാടാണ്, എങ്കിലും അവർ എറണാകുളത്തും വയനാടുമായിട്ട് അവർ താമസിക്കുന്നു. ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഏകനായി എൻ്റെ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന സമയത്തും പള്ളിയും പെരുന്നാളും വിശുദ്ധന്മാരും കൊന്തയും ജപമാലയും ആഘോഷങ്ങളും ഇതൊക്കെ ആയിട്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നിൽ ഒരു കുറവുണ്ടായിരുന്നു ആ നാളുകളിൽ. അത് ഞാൻ തിരിച്ചറിഞ്ഞ ദൈവം ആരാണ്, അല്ലെ യേശു ആരാണെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. യേശുവിന്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. യേശു എന്തിനു വേണ്ടിയാ ക്രൂശിൽ മരിച്ചതെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു സാഹചര്യം. ഞാൻ ആ നാളുകളിൽ ആ വിശ്വാസത്തിലായിരുന്നപ്പോൾ. പക്ഷെ എൻ്റെ 25-ാം വയസ്സിൽ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നത് പോലെ ദൈവം അതെനിക്ക് രുചിച്ചറിയുവാൻ എൻ്റെ 25-ാം വയസ്സിൽ ദൈവം എനിക്ക് ഇടയാക്കി. ദൈവം അനേകരെയാണ് എൻ്റെ അടുത്തേക്ക് ദൈവത്തിന്റെ വചനമായി അയച്ചത്. എന്നോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ വേണ്ടി പല വ്യക്തികളെ ഞാൻ വേണ്ട എന്ന് വെച്ച സാഹചര്യത്തിൽ പോലും ദൈവം അനേകരെ എൻ്റെ മുൻപിലേക്ക് അയച്ചു.
ആദ്യമായിട്ട് എന്നോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ ആ ഡോക്ടറിന്റെ OPD ഇരിക്കുന്ന സമയത്ത് ആ ഡോക്ടർ എന്നോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാനിടയായി. ആദ്യമൊന്നും ഞാൻ അത്രയും കാര്യമാക്കി എടുത്തില്ല. എന്നാലും ആ ഡോക്ടറിനോട് ചോദിച്ച പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര സംശയം എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുവാനിടയായി. അപ്പൊ എനിക്ക് വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഞാൻ വീട്ടിൽ എന്റെ പപ്പ അമ്മയോട് ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ കാര്യങ്ങൾ കേട്ടു, ഇതിനകത്ത് എന്താ സത്യമുണ്ടോ, അവർ പറയുന്നതിനകത്ത് എനിക്ക് ഒത്തിരി സംശയം വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ പപ്പ എന്നോട് പറഞ്ഞു, അതൊക്കെ പെന്തക്കോസ്തുകാരാണ്, നമ്മൾ അതൊന്നും കേൾക്കാൻ പോകേണ്ട ആവശ്യമില്ല, അതൊന്നും നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും അല്ല, അവർ നമ്മളിതൊന്നും കാണിച്ചു തന്നിട്ടില്ല, നമ്മുടെ പള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരോ ഇതൊന്നും നമ്മളോട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒന്നാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അനുസരിക്കാൻ നിൽക്കണ്ട, അവർ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പൊ ഞാനും തീരുമാനിച്ചു, ഓക്കെ, ഇനി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനോ ഒന്നും ഞാനും പോകണില്ല തീരുമാനിച്ച് ഞാൻ പിന്നെയും മുന്നോട്ട് പോയി. പക്ഷെ പിന്നെയും ദൈവം അനേകരെ എൻ്റെ അടുത്തേക്ക് വീണ്ടും അയച്ചു ദൈവത്തിന്റെ വചനവുമായിട്ട്. എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർമാര്, ഞാൻ ചികിത്സിച്ച രോഗികള്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര്, അപ്പൊ അനേകരെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇവരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ യേശുവെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അപ്പൊ ചിലവരുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ കൂടെ ജോലി ചെയ്തവരുടെയൊക്കെ ജീവിതത്തിലെ ആ ടെസ്റ്റ് മണികൾ കേൾക്കുവാൻ, അവരെ ദൈവം എങ്ങനെ നയിച്ചു, അവരെ ദൈവം എങ്ങനെ കരുതി, അവരെ ദൈവം അനുഗ്രഹിക്കുന്നത്, ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കതൊരു അത്ഭുതമായി തോന്നി. ഇവർ ഈ പറയുന്നതിൽ എന്തോ ഒരു സത്യമുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഉള്ളിലെ സംശയങ്ങൾ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യും? ആകെ ഞാനൊരു കൺഫ്യൂസ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം അന്ന് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു മുഖപരിചയം പോലും ഇല്ലാത്ത ഒരു വ്യക്തി കടന്നു വന്നു. ഈ വ്യക്തി കടന്നു വന്ന് എന്തോ ഞങ്ങളൊന്ന് സംസാരിച്ച് ആരംഭിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിപ്പാൻ ഇടയായി. അങ്ങനെ ഈ സംസാരം ബൈബിളിലേക്കും വചനത്തിലേക്കും കടന്നു. അങ്ങനെ ആ ഒരു സംസാരത്തിൽ ആ വ്യക്തി എന്നോട് സംസാരിച്ച ഏക ഒരു വിഷയം ഇതായിരുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന്, ദൈവം എന്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്നുള്ള അതെനിക്ക് പറഞ്ഞു തരുവാൻ ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ ആ ബസ്സിൽ സംസാരിച്ച് ആ വ്യക്തി കടന്നുപോയപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫോൺ നമ്പറോ എൻ്റെ പേരോ ഒന്നും ചോദിച്ചില്ല. ആ വ്യക്തി ഇറങ്ങിയപ്പോൾ എന്നോട് ഇത്രയും പറഞ്ഞു, ദൈവം മോനെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് ആ വ്യക്തി കടന്നു പോകാൻ ഇടയായി. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം ഇത്രയേറെ എഫേർട്ട് എടുത്ത് എന്നോട് ഇത് സംസാരിച്ചിട്ട്, സാധാരണ ഞാൻ കണ്ടിട്ടുള്ളവരെല്ലാം അങ്ങനെയാണ്, നോർമലി നമ്മുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പിന്നെ വിളിക്കാം, ഇതങ്ങനെയൊന്നും അല്ല. പുള്ളി ആ ഒരു ഹൃദയത്തിൽ നിന്ന് അത് സംസാരിച്ചത് എൻ്റെ ഹൃദയത്തിൽ അത് ഒത്തിരിയേറെ ആഴമായി എന്നെ ചിന്തിപ്പാനിടയായി. അപ്പം ഇത് കഴിഞ്ഞ് എൻ്റെ സംശയങ്ങൾ ഇങ്ങനെ പിന്നെയും പല കാര്യങ്ങളും ഡൗട്ട് വരിക. കാരണം ഞാൻ കത്തോലിക്ക ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ എന്നോട് അന്ന് വചനം സംസാരിച്ച എൻ്റെ ടീച്ചേഴ്സിനെ വിളിക്കുവാനിടയായി. അപ്പൊ എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, ഓക്കെ, നീ ഒരു ദിവസം ഫ്രീ ആണ്, ഇങ്ങോട്ട് കടന്നു പോകാന്ന് പറഞ്ഞ് അവരെ പോയി കാണുവാനും, അവരെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു, നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, കടമോ ഭാരമോ പ്രശ്നങ്ങളോ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും യാതൊന്നുമില്ല. പക്ഷെ എനിക്കുള്ള ഒരു പ്രശ്നം, എൻ്റെ ഹൃദയത്തിനുള്ളിൽ എനിക്ക് സംശയമാണ്, എനിക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? ഞാൻ ദൈവമായിട്ട് ദൈവം എന്നൊരു ഒരാളായിട്ടുള്ള എൻ്റെ ഒരു ATM പോലെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ആ നാളുകളിൽ. എൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഞാൻ പള്ളിയിൽ പോവാ, പ്രാർത്ഥിക്കുക, അല്ലാതെ ദൈവമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് ഞാൻ പറയുവാനിടയായി. അപ്പൊ അവരെന്നെ ആ ആഴ്ചത്തെ സഭായോഗത്തിന് എന്നോട് പറഞ്ഞു, നീ കടന്നു വരണം എന്ന് പറയുവാനിടയായി. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെ നമ്മുടെ ആ യൗവനകാലത്ത് എന്തൊക്കെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇതിനും നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാം, ഇത് എന്താണെന്നുള്ളതൊന്ന് കടന്നുപോയി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ 2014 ആദ്യത്തെ ശനിയാഴ്ച, 2014 നവംബർ ആദ്യത്തെ ശനിയാഴ്ച ഞാൻ ചർച്ചിലേക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു സഭായോഗ മീറ്റിംഗ് കടന്നു നിന്നു. ഏതൊരു പുതിയ വിശ്വാസി നമ്മുടെ സഭയിൽ വരുന്ന പോലെ കണ്ണടയ്ക്കാൻ പേടിയായി, ചുറ്റും നടക്കുന്ന എന്താന്നൊക്കെ ഭയങ്കര വീക്ഷണത്തോടെയും, ഇവരെന്താ എന്നെ ചെയ്യാൻ പോണേ, ഇവരെങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പോണേ എന്നൊക്കെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ നോക്കി ഇവരെന്താ ചെയ്യണേ. പക്ഷെ ഇവര് ഒരു അറ്റം തൊട്ട് പാട്ട് പാടാൻ ആരംഭിച്ചു. ഞാൻ ഈ പാട്ടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി നോക്കിയപ്പോൾ അവര് യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നു, യേശുവിന്റെ നാമം റിലേറ്റഡുള്ള സോങ്സ് മാത്രമേ പാടുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ കണ്ണടയ്ക്കാൻ ഇങ്ങനെ ഭയത്തോടെ ഇങ്ങനെ നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണ് പതുക്കെ അടഞ്ഞു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് അന്ന് പരിശുദ്ധാത്മാവ് എന്റെ കണ്ണുകളെ അടച്ചത്. എന്റെ കണ്ണുകൾ അടച്ച് ഞാൻ ഈ പാട്ടുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ അവര് പാടുന്നത് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ചും യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നതിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ എനിക്ക് അതെന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്റെ ഹൃദയത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുവാനിടയായി. അപ്പൊ അങ്ങനെ ആ ഒരു വർഷിപ്പ് സെക്ഷൻ കഴിഞ്ഞ് ദൈവത്തിന്റെ വചനം ആ ദേവദാസനെടുത്ത് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ ദൈവമേ, എന്റെ വീട്ടിലിരുന്ന ഒരു ബൈബിളിന്റെ ഉള്ളിൽ ഇത്രയധികം വചനങ്ങള്, അത് ഇതേപോലെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനമാണ്, അതിനുള്ളിൽ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ, അതിനെക്കുറിച്ച് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത് വളരെയധികം അത്ഭുതമായി തോന്നി. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ബൈബിൾ മേടിച്ച് ആ ബൈബിൾ ഇന്നോട്ട് ഞാൻ റെഗുലർ ആയിട്ട് വായിക്കും.
ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഹൃദയത്തിൽ ഭയങ്കരധികം ഒരു സന്തോഷമുണ്ടായി. ഞാൻ ഇന്ന് വരെ സഭകൾ കടന്നുപോയ അല്ലെ പള്ളിയിൽ പോയപ്പോഴേക്കാളും ഒരു വളരെ വല്ലാത്തൊരു ആത്മീയ സന്തോഷം എന്റെ ഹൃദയത്തിൽ ഉണ്ടാവാനിടയായി. അപ്പൊ ഞാൻ ഈ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലും. ഞാൻ എൻ്റെ പപ്പയോടും അമ്മയോടും പറഞ്ഞു, ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയി, എനിക്ക് അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ, എനിക്ക് ഒത്തിരി സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു തീരെ എൻ്റെ പപ്പ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകാൻ നിൽക്കരുത്, ഇത് പെന്തക്കോസുകാരാണ്, നീ അവരുടെ കൂടെ പോകാനാണെങ്കിൽ നിനക്ക് ഈ കുടുംബമായ ഒരു ബന്ധം ഉണ്ടാവില്ല, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ഇങ്ങനെ എൻ്റെ പപ്പ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ, ഈ പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ ലോകം വെറുക്കുന്നവരാണ്, അവരെ പേപ്പട്ടി പോലും ഓടിച്ചിട്ട് കടിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ പപ്പ പറയാനിടയായി. എന്നെ വഴക്ക് പറയുകയും എന്നെ കുറെ ചീത്ത പറയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഹൃദയത്തിൽ എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. കാരണം ഞാൻ അവിടെ പോയി നിന്നപ്പോൾ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഈ യേശുവിനെ പിൻപറ്റുന്ന ഈ ജനം, അവർ യാതൊരു തെറ്റുകൾ ചെയ്യുന്നില്ല. അവർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതെന്നല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ പപ്പ അവരെ ലോകത്തെ വെറുക്കപ്പെട്ടവരെന്ന് വിളിച്ചു എന്ന് കേട്ടപ്പോൾ അത് എന്നെ ഒത്തിരി അധികം വിഷമിപ്പിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ആ നാളുകളിൽ ഞാൻ പറഞ്ഞ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞാൻ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. 2014 ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഇത് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളാണ് അന്ന് എനിക്ക് ദൈവം നൽകിയത്. അതിങ്ങനെയാണ് പറയുന്നത്: ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ അല്ലായിരിക്കാൻ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടും ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെന്ന്. ഈ വചനം ശരിക്കും എന്നെ ബലപ്പെടുത്തി. എൻ്റെ പപ്പ എന്തുകൊണ്ട് ഈ യേശുവിനെ പിൻപറ്റുന്നവരെ വെറുക്കപ്പെട്ടവരെന്ന്, ലോകം വെറുക്കുന്നവരെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായെങ്കിലും ഈ വചനം എനിക്ക് അതിൻ്റെ സത്യം വെളിപ്പെടുത്തി തരുവാൻ ഇടയായി. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ഇനി മുൻപോട്ട് ഞാൻ ഈ വചനം വായിക്കാനും ഇത് അനുസരിക്കുവാനും ഈ ദൈവവചനം അനുസരിച്ച് ജീവിപ്പാനും ഞാൻ തീരുമാനമെടുക്കുവാൻ ഇടയായി. ആ സമയത്ത് ഞാൻ ആ ഡിസിഷൻ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് പ്രയാസങ്ങൾ വരുവാനിടയായി, കുറച്ച് രോഗങ്ങൾ, കുറച്ച് പ്രതിസന്ധികൾ. എൻ്റെ പപ്പയ്ക്ക് വയറിൻ്റെതായ ഒരു അസ്വസ്ഥത വരുവാനിടയായി. അങ്ങനെ പപ്പയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പപ്പയ്ക്ക് കോളൻ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനിടയായി. അപ്പോൾ ഇത് കണ്ട പപ്പ വളരെയധികം സങ്കടത്തിലായിപ്പോയി. കാരണം അതുവരെ ആരോഗ്യമായിരുന്ന പപ്പ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര അധികം വിഷമം വന്നു. പപ്പ കരയുന്നു. ഞാൻ ഇന്നുവരെ അങ്ങനെ പപ്പ സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. ഒത്തിരി സങ്കടപ്പെട്ടപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ഇതേപോലെ പ്രാർത്ഥിക്കുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്, ഒരു ദൈവവാസനുണ്ട്, നമുക്ക് അവിടെ കടന്നുപോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഇതിനൊരു വിഷയം മാറ്റം വരുത്തും. അങ്ങനെ പറഞ്ഞപ്പോൾ പപ്പ എന്നോടൊന്നും പറയാതെ എൻ്റെ കൂടെ പപ്പ ഞാൻ കടന്നു പോകണേ ആ സഭയിലേക്ക്, ആ ദൈവവാസന്റെ അടുത്തേക്ക് കടന്നു വരുവാനിടയായി. പപ്പ അവിടെ വന്നിരുന്ന് ഈ പറയുന്ന വചനങ്ങളൊക്കെ കേട്ടു. പപ്പ ഒന്നും എതിർത്തൊന്നും പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വീട്ടിലേക്ക് കടന്നു വന്ന വഴി പപ്പ അങ്ങ് ദേഷ്യപ്പെട്ടു. അവൻ എന്നെ തക്കം കിട്ടി, ഇപ്പം മതം മാറ്റാൻ കൊണ്ടുപോയിക്കാണ്, അവൻ എൻ്റെ ജാതി മാറ്റാൻ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് പപ്പ അങ്ങ് ദേഷ്യപ്പെട്ടു. നീ ഇങ്ങനെ പോയതോടെയാണ് ഈ കുടുംബത്തിൽ പ്രയാസങ്ങൾ മൊത്തം വന്നത്, ഈ രോഗം കയറി വന്നത്, ഈ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബം സമാധാനമായിട്ട് പോകുമായിരുന്നു ഇത്രയും നാള്, നീയാണ് ഇതൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് എന്നെ വളരെയധികം വഴക്ക് പറയാനും അടിക്കുവാനും ഇടയായി. പക്ഷെ എനിക്ക് ഒത്തിരിയേറെ സങ്കടമുണ്ട്. നീ ഈ പരിപാടിക്ക് പോകണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് നിൽക്കണ്ടെന്ന് വരെ പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വരെ തള്ളി വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തെല്ലാം ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തും, ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് ദൈവത്തിന്റെ വചനം പിന്നെ എന്നോട് സംസാരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അതിങ്ങനെ പറയുന്നു: മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലും മനുഷ്യരുടെ ഇടയിലും നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതെ, നമ്മുടെ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അന്നാൾ ഞാൻ മനസ്സിലാക്കി ഞാനൊരു പാപിയാണെന്ന്, എനിക്ക് രക്ഷ വേണമെന്നുള്ളത്. ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റുപറയണമെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി ഏറ്റുപറയണമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ആ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെടുവാനും എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റുപറയുവാനും എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുവാനും ദൈവം എനിക്ക് ഇടയാക്കി. അപ്പൊ ആ നാളുകളിൽ ഞങ്ങളുടെ ആ ചർച്ചിൽ ഇയർ എൻഡിങ് ആയിട്ട് ഉപവാസ പ്രാർത്ഥനകൾ നടക്കുമായിരുന്നു. അപ്പൊ അന്ന് കടന്നു വന്ന 1-2 ദൈവദാസന്മാരിൽ നിന്ന് ഒരു ദൈവദാസൻ എന്നോട് ഒരു ദൈവവചനം സംസാരിച്ചപ്പോൾ ആ വചനം എന്നോട് സംസാരിപ്പാനിടയായി. സങ്കീർത്തന പുസ്തകം 116-ന്റെ 12-ാം വാക്യം: യഹോവ നിനക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? അപ്പം ഞാൻ അവിടെ നിന്ന്, എൻ്റെ ദൈവമേ, എനിക്ക് നൽകാൻ ഒന്നുമില്ല. കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ എന്ന് പറയാൻ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് തന്നതാണ്.
അപ്പൊ എനിക്ക് തിരിച്ച് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്നത് ആകെ ഒറ്റ കാര്യമുള്ളൂ, അത് എന്നെ തന്നെയാണ്. എനിക്ക് എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ആ ദൈവവചനം അനുസരിച്ച് ഇനി മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനമെടുക്കുവാനും, അങ്ങനെ ഡിസംബർ 31, 2014 ഡിസംബർ 31 ഞാൻ സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുവാനിടയായി. അങ്ങനെ ഡിസംബർ 31, 2014 ഒരു ദേവാസിന്റെ കൈക്കീഴിൽ ആലുവ പുഴയിൽ വെച്ച് എറണാകുളത്ത് ആലുവ പുഴയിൽ വെച്ച് ഞാൻ സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. ആ സ്നാനം കഴിഞ്ഞ്, ആ സ്നാന ശുശ്രൂഷ ഭയങ്കര അനുഗ്രഹമായി നടന്നു. ആ സ്നാനം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിലൂടെ ദേവാസൻ എന്നോട് ഇങ്ങനെ പറയുവാനിടയായത്, അജിത്തെ, ഈ ലോകത്തെ സകല നിന്റെ കൂട്ടുകാര്, നിന്റെ ഫ്രണ്ട്സ്, നിന്റെ കുടുംബക്കാര്, അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ളവര്, നാളെ ഇവരെല്ലാം നിന്നെ കളിയാക്കും, നിന്നെ കുറ്റപ്പെടുത്തും, നിന്റെ എതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കും, നിന്നെ ദുഷിക്കും. പക്ഷെ നീ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കണം എന്ന് എന്നോട് പറയുവാനിടയായി. പക്ഷെ അപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ പാരൻസിനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കൊന്നും സ്നാനം എന്താണെന്നോ, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടതുപോലെ അവർ അറിയുന്നില്ലല്ലോ, പിന്നെ ഇത് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുവെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഹിതം പോലെ നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. ദിവസങ്ങൾ എൻ്റെ മുൻപിൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പപ്പ എന്നോട് വളരെയധികം ദേഷ്യമായിരുന്നു. പപ്പയ്ക്ക് വീട്ടിൽ ഞാൻ ബൈബിൾ വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ബൈബിളുകളൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു 3-4ഓളം ബൈബിൾ പപ്പ എടുത്ത് കളയുവാനിടയായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മുൻപോട്ട് പോയി. ജനുവരി 23 2015 ജനുവരി 23 എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് 23 ദിവസം കഴിഞ്ഞപ്പോൾ, അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അന്ന് ഞങ്ങളുടെ സഭയിൽ വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ മടങ്ങി എറണാകുളത്ത് ഞാൻ തിരിച്ചപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ച് പോവുകയായിരുന്നു. അപ്പം എൻ്റെ ബൈക്ക് ഒരു ലോറിയായിട്ട് കൂട്ടിമുട്ടുവാൻ വൈറ്റ്ല സിഗ്നലിൽ വെച്ച് കൂട്ടിമുട്ടുവാനിടയായി. രാത്രിയായിരുന്നു, ഏകദേശം 9 മണിയോടെയായിരുന്നു സമയം. ഞാൻ അവിടെ ബോധം കെട്ട് വീഴുവാനിടയായി. എനിക്ക് യാതൊരുവിധ ഞാൻ ആകെ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയി പോയി. അവരപ്പം തന്നെ എന്നെ അവിടുന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. എൻ്റെ ബോണിന് 3 ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ. അതേപോലെ എൻ്റെ തലച്ചോറിൻ്റെ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു. എനിക്ക് ചെസ്റ്റ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. എൻ്റെ 2 ചെസ്റ്റിലും ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ റൈറ്റ് ഹാൻഡ് പാരലൈസ്ഡ് ആയി പോയായിരുന്നു കംപ്ലീറ്റ്ലി. അങ്ങനെ അവരെന്നെ ഈ ഒരു കണ്ടീഷനിൽ അവരെന്നെ അവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റിലെ ന്യൂറോ ICUലേക്ക് അഡ്മിറ്റ് ചെയ്യാനിടയായി. 24th മോർണിംഗ് തന്നെ ഞാൻ ഫുള്ളി അൺകോൺഷ്യസ് ആണ്, ഞാൻ റെസ്പോണ്ട് ചെയ്യണില്ല എന്ന് കണ്ടപ്പോൾ അവരെ വായിലൂടെ ട്യൂബ് ഇട്ടിട്ട് എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുവാനിടയായി. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ കണ്ടീഷൻ വേഴ്സ് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ 29th ജനുവരി 2015 എൻ്റെ കണ്ടീഷൻ കംപ്ലീറ്റ്ലി ബാഡായി. അവർക്ക് ഇനി വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ള ഒരു സമയത്ത് അവരെൻ്റെ തൊണ്ടയിൽ ഹോൾ ഇട്ടിട്ട് ട്യൂബ് ഇട്ട് ട്രക്കിയോസ്റ്റമി എന്ന് പറയും, അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്ത് എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇനി എന്നെ കാണാൻ വന്ന എൻ്റെ പപ്പയോടും എൻ്റെ പാരൻസിനോടും അവർക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവന് വലിയ ഹോപ്പൊന്നുമില്ല, 1% പോലും പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്ക് വകയില്ലെന്ന് അവർ പറയുവാനിടയായി. പക്ഷെ ദൈവാസനും സഭയും അതേപോലെ തന്നെ എന്നെ പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ അനേക ദൈവമക്കള് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം അതിങ്ങനെ പറയുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. ഈ വചനപ്രകാരം ഫെബ്രുവരി 1-ാം തീയതി 2015 ഫെബ്രുവരി 1-ാം തീയതി എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുകളെ തുറപ്പാനിടയായി. എൻ്റെ ജീവനെ മടക്കി എൻ്റെ ദൈവം നൽകുവാനിടയായി. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവം എനിക്ക് നൽകുവാനിടയായി. അവിടുത്തെ ആ ഡോക്ടേഴ്സിന് പോലും അതൊരു അത്ഭുതമായിരുന്നു. അവര് പോലും എന്നോട് വന്ന് ചോദിച്ചു, മോനെ നീ എങ്ങനെയാടാ കണ്ണ് തുറന്നെന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ ദൈവം ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ കണ്ണുകളെ തുറന്ന് എൻ്റെ ജീവനെ എനിക്ക് മടക്കി നൽകുവാൻ എൻ്റെ ദൈവം ഇടയാക്കി. പക്ഷെ അവിടെ കടന്നു വന്ന എൻ്റെ റിലേറ്റീവ്സ്, അവിടെ കടന്നു വന്ന എൻ്റെ കൂട്ടുകാര്, എൻ്റെ കൊളീഗ്സ്, ഇവരെല്ലാവരും വന്നവർ എന്നെ കളിയാക്കാൻ തുടങ്ങി. അവന് വചനം ബൈബിൾ എന്ന് പറഞ്ഞ് നടക്കാൻ കണ്ട സമയം കണ്ടില്ലേ, അവൻ്റെ ഒരു വിശ്വാസം കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ വലിയ കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ നടന്നത് കൊണ്ടാ നിനക്ക് ഈ ബുദ്ധിമുട്ടുകളും നിനക്ക് ഈ ആക്സിഡന്റും ഈ രോഗവും ഈ പ്രയാസവും ഒക്കെ വന്നതെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്നെ കളിയാക്കുവാനും ശപിക്കുവാനും ഒക്കെ തുടങ്ങി. ആ ഒരു സമയത്ത് വളരെയധികം മാനസികമായി ഞാൻ വിഷമിപ്പാനിടയായി. പക്ഷെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അവിടെ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ ആ ആഗ്രഹം ആ ഒരു സമയത്തും സാധിപ്പിച്ച് എന്നെ ആ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യാനും അവിടെ ഉണ്ടായ ആ ഡോക്ടറിനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പോലെ ഉപയോഗിക്കാനും ദൈവം ഇടയാക്കി. ഫെബ്രുവരി 14-ാം തീയതി എന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എൻ്റെ കൈയുടെ സർജറിക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാം. ഇതാണ് ഞാൻ സ്നാനപ്പെട്ടപ്പോഴുള്ള ഫോട്ടോ.
എൻ്റെ ബൈക്ക് ഇടിച്ചപ്പോൾ ഉള്ള ഫോട്ടോ. എന്നെ അപ്പം അവര് ലേക്ക് ഷോറിലേക്ക് മാറ്റുവാനിടയായി. അപ്പം ലേക്ക് ഷോറിൽ വെച്ചായിരുന്നു എൻ്റെ സർജറി ചെയ്തത്. അപ്പം എൻ്റെ സർജറി ചെയ്യുവാൻ 2015 ഫെബ്രുവരിയിൽ. അപ്പം ദൈവം അതിനുശേഷം സർജറി എല്ലാം ദൈവകൃപയിൽ അനുഗ്രഹമായി നടന്നു. അതിനുശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്തു, എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വളരെയധികം ക്ഷീണിച്ച്, ഞാൻ ആകെ കോലം കെട്ട്, രൂപം തന്നെ മാറിപ്പോയത്തക്ക നിലയിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, നീ കത്തോലിക്ക സഭയിൽ കടന്നു പോകണമെന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ എന്തിനാ പോണേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് എന്നെ പപ്പ നിർബന്ധിച്ച്, ഞാൻ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ, എൻ്റെ ഫിക്ചറാണ്, ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച് എന്നെ വീട്ടിൽ നിന്ന് എടുത്ത് എന്നെ ഹോസ്പിറ്റൽ ഈ പള്ളിയിലേക്ക്, കത്തോലിക്ക പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ എന്നെ മാതാവിന്റെ രൂപത്തിന് മുൻപിൽ കൊണ്ട് ഇങ്ങനെ ഇരുത്തി. ഇങ്ങനെ കൊണ്ടിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിൽ ആ തീരുമാനം എടുത്ത് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചതാണ്. ഞാൻ എൻ്റെ കർത്താവിനോട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ, ഞാൻ മറ്റാരോടും ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് ഞാൻ പറയുവാനിടയായി. എൻ്റെ പപ്പ എന്നോട് വളരെയധികം ദേഷ്യപ്പെട്ടു. നിനക്ക് ഈ കിട്ടിയ ശിക്ഷയൊന്നും പോരെ, നിനക്ക് ഇനിയും പ്രശ്നങ്ങളും രോഗങ്ങളും വരണോ? പക്ഷെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയാൻ ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന് ഞാൻ ഇത്രേ പറഞ്ഞു, കർത്താവ് നിന്നിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ ഇരിക്കെ ഞാൻ അടുത്ത ദിവസം ഞാൻ രാവിലെ എൻ്റെ റൈറ്റ് ഹാൻഡ് പാരാലിസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ അനക്കാൻ പറ്റത്തില്ലായിരുന്നു ഒട്ടും. അപ്പം ഞാൻ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി അവരെന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മൂക്കിലൂടെ ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് വരുന്നത്, ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ജലദോഷമായിരിക്കും എന്ന് കരുതി. പക്ഷെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് ഇച്ചിരി അധികമായിട്ട് മൂക്കിലൂടെ ഈ ഫ്ലൂയിഡ് വരുന്നത് ഞാൻ കാണുവാനിടയായി. അപ്പൊ ഞാൻ എൻ്റെ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രയാസമുണ്ട്. അപ്പൊ തന്നെ എന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവരെന്നെ റെഫർ ചെയ്യുവാനിടയായി. അതേപോലെ എൻ്റെ സ്കാൻ റിസൾട്ട് കഴിഞ്ഞ് ഈ ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത്, എൻ്റെ തലച്ചോറിനുണ്ടായ ആ ഒരു പൊട്ടലുണ്ടായിരുന്നല്ലോ, അപ്പൊ ഈ പൊട്ടലിൽ അവിടുത്തെ ആ ഏരിയയിലൂടെ കുറച്ച് എയർ അകത്തേക്ക് കയറി. അപ്പൊ ഈ എയർ അകത്തേക്ക് കയറിയിട്ട് ആ ബ്രെയിനിന്റെ ഏരിയക്കകത്ത് എയർ കയറി അവിടുത്തെ ഫ്ലൂയിഡ് ഈ പൊട്ടലിലൂടെ ലീക്ക് ചെയ്ത് അത് വെളിയിലേക്ക് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ CSF എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഇത് ലീക്ക് ചെയ്ത് വരുന്നതാണ്. അപ്പം ആ ഫ്രാക്ചർ അടയാത്തത് കൊണ്ട് ഇത് വലിയൊരു പ്രയാസമാകും. നമ്മൾ ബ്രെയിനിലേക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് വരെ വളരെ കൂടുതലാണ്, മെനിഞ്ചൈറ്റിസ് വരെ ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഞാൻ എൻ്റെ ഇവിടെ ഫോട്ടോ കാണിക്കും. എന്തായിരുന്നു എൻ്റെ ബ്രെയിനിന്റെ അന്നത്തെ MRI, ഈ ഒരു എയർ സ്പേസ് കയറിയിരിക്കുന്ന ഇവിടെ മുകളിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, അവര് പറഞ്ഞു, ഓക്കെ അജിത്തെ, അപ്പം ഇതേപോലെ ഡിസ്ചാർജ് ചെയ്ത് അന്ന് ഞാൻ OPD പോയി കാണിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ, അപ്പൊ അന്ന് എന്നെ വീട്ടിൽ വിട്ടിട്ട് നെക്സ്റ്റ് ഡേ ഒരു അപ്പോയിന്റ്മെന്റ് തരാം, ഒരു എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെന്റ്, ഈ ഇത് ക്ലോസ് ചെയ്യാൻ, ഈ ഫ്രാക്ചർ ക്ലോസ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെന്നെ അന്ന് വീട്ടിൽ വിട്ടു. പക്ഷെ അന്ന് രാത്രി തന്നെ ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ രാത്രി തന്നെ എനിക്ക് വളരെയധികം പനി വരികയും എനിക്ക് തലവേദന വരികയും എനിക്ക് എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റാണ്ടാവുകയും എനിക്ക് വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റാതെ ആവുകയും എൻ്റെ കൈ കാലൊക്കെ അങ്ങനെ സ്റ്റിഫ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുവാനിടയായി. അപ്പം തന്നെ എന്നെ പെട്ടെന്ന് എടുത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ തന്നെ അവർക്ക് എൻ്റെ കണ്ടീഷൻസ് അറിയുന്നത് കൊണ്ട് അവരെന്നെ നേരെ ന്യൂറോ ICUലേക്ക് അഡ്മിറ്റ് ചെയ്തു. അവരെന്നെ നട്ടലിൽ നിന്നൊരു ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അവർ ടെസ്റ്റിന് അയക്കാനിടയായി. അപ്പോൾ ഈ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഡയഗ്നോസ് ചെയ്തു ഇത് മെനിഞ്ചൈറ്റിസ് ആണെന്ന്, എൻ്റെ ബ്രെയിനിന് ഇൻഫെക്ഷൻ ആണെന്ന് അവർ പറയുവാനിടയായി. ഈ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു ഫുള്ളി കോൺഷ്യസ് അല്ലാത്തൊരു സ്റ്റേറ്റിൽ, ഇടയ്ക്ക് എനിക്ക് ബോധം വരും, ഇടയ്ക്ക് ഞാൻ ബോധാവസ്ഥയിലായി പോണ ഒരു സ്റ്റേറ്റിലേക്ക് മാറുവാനിടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നെ ICUലേക്ക് മാറ്റിയെങ്കിൽ ഈ ഒരു സമയത്ത് ഇടയ്ക്ക് ഞാൻ കോൺഷ്യസ് ആയ സമയത്ത് എന്നെ കാണാൻ വന്ന പപ്പ എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, നീ പ്രാർത്ഥിച്ചില്ലല്ലോ, അപ്പൊ ഇത് നിനക്ക് ദൈവം അടുത്ത ശിക്ഷയാണ് നിനക്ക് തരാൻ പോകുന്നത്, നീ ഇനിയും ഇതിലും വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടെ കടന്ന് ഇത്രയും പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഹിതം എന്നിൽ നിറവേറണമെന്ന് ഞാൻ മാത്രം പ്രാർത്ഥിപ്പാനിടയായി. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് എന്നെ വന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഒരു എയർ സ്പേസ് കയറിയത് നമുക്ക് ഒരു ഓപ്പൺ ബ്രെയിൻ സർജറി ചെയ്തേ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എന്നോട് പറയുവാനിടയായി. അപ്പം ഞാനൊരു നേഴ്സായിരിക്കെ എനിക്കറിയാം ഒരു ഓപ്പൺ ബ്രെയിൻ സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 1-2 വർഷം എടുക്കും ഒരു വ്യക്തി മടങ്ങി ആ ഒരു നോർമൽ ലൈഫിലേക്ക് വരാനുള്ളത്. അപ്പം ആദ്യത്തെ കുറച്ച് നാൾ എനിക്ക് ആന്റിബയോട്ടിക് തന്ന് ഈ ഒരു ഇൻഫെക്ഷന്റെ അളവ് ഇച്ചിരി കുറഞ്ഞ ശേഷം നമുക്ക് സർജറിയുടെ ഡേറ്റ് പ്ലാൻ ചെയ്യാന്നൊക്കെ എന്നോട് പറയുവാനിടയായി.
അങ്ങനെ അവര് എൻ്റെ ഇൻഫെക്ഷൻ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഇൻഫെക്ഷൻ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് എൻ്റെ സർജറിയുടെ ഡേറ്റ് പ്ലാൻ ചെയ്യുവാൻ, ഒരു ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സ്കാൻ ചെയ്യാമെന്ന് പറയുവാൻ എന്നോട് ഇടയായി. അപ്പം ജസ്റ്റ് ലാസ്റ്റ് സ്കാൻ എടുത്തിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വാർഡിലേക്ക് മാറ്റി, ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഈ സ്കാനിങ് റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ റിസൾട്ട് കണ്ടുവന്ന ന്യൂറോയുടെ വന്നിട്ട് ഡോക്ടർ എന്നെ വന്ന് കാണുമ്പോൾ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്: മോനെ അജിത്തെ, നിനക്ക് മെനിഞ്ചൈറ്റിസ് വന്നത്, നിനക്ക് ബ്രെയിനിൽ ഇൻഫെക്ഷൻ വന്നത് നിന്റെ ഭാഗ്യമാണെന്ന്. അപ്പൊ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി, ഞെട്ടിപ്പോയി. അത് എന്തുവാ, എല്ലാവരും എന്നെ കളിയാക്കുവാണല്ലോ, കൂടി ഈ ഡോക്ടർ പോലും എന്നെ കളിയാക്കുവാണല്ലോ എന്ന് എനിക്ക് ആ ഒരു സമയം തോന്നി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ അവിടെ ഒരു സ്വെല്ലിങ്, ഒരു നീര് വരും, ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന പോലെ എൻ്റെ തലച്ചോറിൽ ഒരു ഇൻഫെക്ഷൻ വന്നപ്പോൾ ഒരു സ്വെല്ലിങ് അവിടെ ഉണ്ടായി. അപ്പൊ ഈ സ്വെല്ലിങ് കാരണം ഒരു എക്സ്ട്രാ പ്രഷർ എൻ്റെ ഈ ബ്രെയിൻ്റെ അകത്തുണ്ടാവാനും ആ പ്രഷറിൽ ഈ പൊട്ടിയിരുന്ന എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുവാനും എൻ്റെ ദൈവം ഇടയാക്കിയെന്ന്. അത് എൻ്റെ ദൈവം എനിക്ക് നൽകിയ വിടുതലാണ്. ആ ഡോക്ടർ എന്നോട് ഇങ്ങനെയാ പറഞ്ഞേ, മോനെ, ഇത് 1-2 പേർക്ക് അല്ല, ഒരാൾക്ക് പോലും അത്ഭുതം എന്ന് പറയുന്ന രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ദൈവമുണ്ട് മോനെ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് ആ ഡോക്ടർ അവിടെ നിന്ന് കടന്നു പോകാൻ ഇടയായി. ആ ബെഡിലിരുന്ന് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിച്ചു. എനിക്ക് തിന്മയാണെന്ന് പറഞ്ഞ കാര്യം എൻ്റെ ദൈവം എനിക്ക് നന്മയാക്കി തീർത്തു. എൻ്റെ ചുറ്റിനുള്ളവരെല്ലാം ഇത് നിനക്ക് നാശമായി എന്ന് പറഞ്ഞത് ദൈവം എനിക്ക് അനുഗ്രഹമായി. ആ മെനിഞ്ചൈറ്റിസ് എനിക്കൊരു വിടുതലായി. എൻ്റെ ആ ബ്രെയിനിന്റെ സകലമായ പ്രയാസങ്ങളുടെ മേലും ഒരു വിടുതലായി ദൈവം ആ മെനിഞ്ചൈറ്റിസ് അയപ്പാനും അത് മുഖാന്തരം എനിക്കൊരു പൂർണ്ണ സൗഖ്യം അതെനിക്ക് വലിയൊരു വിടുതലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. നെഹമ്യാവിന്റെ പുസ്തകത്തില് 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട്. അത് റിലേറ്റ് ചെയ്യുന്ന ബാലാമിന്റെ ആ ഒരു ഏരിയ റിലേറ്റ് ചെയ്താണ് അത് പറയുന്നത്. പക്ഷെ അവിടെ ഈ പറയുന്നത് പോലെ ശാപത്തെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം അവിടെ എന്നെ കാണുവാനും അതിലേക്ക് രുചിച്ചറിയുവാനും എൻ്റെ ദൈവം എനിക്ക് ഇടയാക്കി. അവിടുത്തെ ഡോക്ടേഴ്സിന് പോലും അത്ഭുതമായിരുന്നു എങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളിലും ഞാൻ ഇങ്ങനെ ദൈവം വിടുവിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവര് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട എൻ്റെ വലത് കൈയായിരുന്നു. കാരണം ഞരമ്പിന് ക്ഷതമേറ്റ കൈയാണ്, ഇത് പ്രവർത്തിക്കാൻ 1-2 വർഷം എടുക്കും, ഞാനൊരു റൈറ്റ് ഹാൻഡറാണ്, ഒരു വലത് കൈ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് സമയമെടുക്കും, നീ വിഷമിക്കില്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും ദൈവം ഒരു ഫിസിയോതെറാപ്പിയുടെ പോലും സപ്പോർട്ടില്ലാതെ ദൈവം ഈ കൈ പൂർണ്ണമായി സൗഖ്യമാക്കാനും എനിക്ക് എൻ്റെ കൈ എത്ര പെട്ടെന്ന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ദൈവം അത് സൗഖ്യമാക്കുവാൻ ഇടയാക്കി. ഞാൻ 2015 ഏപ്രിൽ 20-ാം തീയതി എന്ന് പറഞ്ഞാല് 2 മാസവും 20 ദിവസവും എന്ന് പറഞ്ഞാൽ എൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് 87 ദിവസം കൊണ്ട് എൻ്റെ കർത്താവ് എന്നെ മടക്കി ജോലിക്ക് കയറ്റുവാൻ ഇടയാക്കി. എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നല്ല, എന്നെ എണീപ്പിച്ച് നിർത്തി എന്നെ സർജറി ചെയ്ത അതേ സർജന്റെ കൈക്കീഴിൽ തന്നെ, അതേ തിയേറ്ററിൽ തന്നെ ഒരു നേഴ്സായിട്ട് ജോലി കയറുവാൻ 87 ദിവസങ്ങൾ കൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് ഇടയാക്കുവാൻ ഇടയായി. എല്ലാ ഡോക്ടേഴ്സിനും എൻ്റെ കൂടെ ജോലി ചെയ്തവർക്കും ഒരു അത്ഭുതം എന്ന പോലെ ദൈവം അത് ചെയ്യുവാൻ ഇടയാക്കി. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ 25 വർഷം ഞാൻ ഏത് വിശ്വാസത്തിലായിരുന്നോ എനിക്ക് യാതൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ ആ പ്രയാസത്തിൽ കടന്നു പോയ സാഹചര്യം ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു, ദൈവമേ ഞാൻ എടുത്തത് തെറ്റായി പോയെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം പറയാൻ പോലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്ത പോലും ദൈവം എൻ്റെ ഹൃദയത്തിൽ തരാതെ എന്നെ ഓരോ നിമിഷവും ദൈവം ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുവാൻ, ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറത്തക്കവണ്ണം എനിക്ക് നിന്ന് കൊടുക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കുവാൻ ഇടയായി. അത് ഞാൻ ഇന്നും ദൈവത്തിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇനി ദൈവത്തോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതുമായ എൻ്റെ ജീവനെയാണ് എൻ്റെ ദൈവം എനിക്ക് മടക്കി തന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫുള്ളി റിക്കവർ ആകുന്നതിന് മുമ്പ് ഞാൻ ആരാധനയ്ക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചർച്ചിൽ പോകാൻ ഇടയായി. അങ്ങനെ ഞാൻ ചർച്ചിൽ ചെല്ലുമ്പോൾ എനിക്ക് കൈയടിക്കുവാൻ കൈകളില്ലായിരുന്നു. കാരണം ഒരു കൈ പ്ലാസ്റ്ററിൽ, ഒരു കൈ സ്പ്ലിന്റില്. എനിക്ക് പാടുവാൻ എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു. കാരണം ട്രക്കിയോസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാറ്റിന്റെ ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് പാടാനും ആ ദൈവസന്നിധി പോയിരുന്ന് എനിക്കൊന്ന് ആരാധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നപ്പോൾ എൻ്റെ മുഴുവൻ ബലമോടെ, എൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടെ, എൻ്റെ പൂർണ്ണ മനസ്സോടെ എനിക്ക് എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ, വർഷിപ്പിക്കുവാൻ എല്ലാം എൻ്റെ ദൈവം എനിക്ക് ഇടയാക്കുന്നു.
അതിനുശേഷം എൻ്റെ പപ്പ വളരെയധികം ദേഷ്യമായിരുന്നു എന്നോട്. എൻ്റെ ഇതുപോലെ ബൈബിളുകൾ പിന്നെയും അനേക ബൈബിളുകൾ എടുത്ത് കളയുവാനെല്ലാം ഇടയായി. വീട്ടിൽ നിന്ന് പലവട്ടം എന്നെ ഇറക്കി വിട്ടു. എന്നോട് പറഞ്ഞു, നീ ഈ വീട്ടിലെ അംഗമല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിലും ഈവൻ POC ബൈബിള് പോലും എൻ്റെ അടുത്തുനിന്ന് മാറ്റി വെച്ചു, ഞാൻ വായിക്കാതിരിക്കാൻ വേണ്ടി ബൈബിള്. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം ഞാൻ ജോലിക്ക് മടങ്ങി പോയ ശേഷം ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് എബ്രോഡിലേക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും അതെനിക്ക് പാസ്സാകുവാനും ദൈവം ഇടയാക്കി. പക്ഷെ അതിനെനിക്കൊരു എക്സാം ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എനിക്ക് IELTS എക്സാം എല്ലാവർക്കും അറിയാം, നേഴ്സുമാര് എല്ലാവരും എഴുതുന്നൊരു എക്സാം ആണ്. അപ്പൊ അതിന് നമുക്ക് 7 എന്ന സ്കോർ 4 മൊഡ്യൂൾസിൽ വേണമായിരുന്നു. അപ്പൊ ഞാൻ എക്സാം എഴുതുവാനിടയായി. അപ്പൊ ആദ്യത്തെ ഇതിൽ എനിക്ക് 3 മൊഡ്യൂൾസിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു റിസൾട്ട് കിട്ടി. പക്ഷെ റൈറ്റിങ്ങിന് മാത്രം എനിക്ക് 6.5 ആയി പോകാനിടയായി. അപ്പൊ ഒരു 0.5 എനിക്കത് കിട്ടുവാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഞാൻ എക്സാം എഴുതിയത് കൊണ്ടാവാം. അപ്പൊ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് എക്സാം എഴുതുവാനിടയായി. അപ്പൊ ഞാൻ റിസൈൻ ചെയ്ത് എഴുതി, എന്നിട്ടും ഈ ഒരു സെയിം റിസൾട്ട് തന്നെ വരുവാനിടയായി. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ദൈവഹിതമായിരിക്കില്ല. നമ്മൾ ദൈവഹിതമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ വളരെയധികം ഫ്രീ ആയി. എനിക്ക് ജോലിയില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മിക്ക ദിവസവും ദൈവസഭയിലേക്ക് കടന്നു പോകും. അപ്പം ഞാനിവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർ എന്നെയും കൂട്ടി പല മീറ്റിങ്സുകള്, പല പരസ്യയോഗങ്ങള് അങ്ങനെ കടന്നു പോയപ്പോൾ ഞാൻ ഒത്തിരി ദേവദാസന്മാരെ പരിചയപ്പെടുവാനും പല ബൈബിൾ കോളേജുകളിൽ കടന്നു പോകാനും അവിടെയുള്ള കുറെ കോൺഫറൻസുകള്, മീറ്റിങ്സ് ഇതൊക്കെ കൂടുവാനിടയായി. ഇതെല്ലാം എന്നെ ആത്മീയ ജീവിതത്തില് എന്താ പറയാ, നമ്മുടെ സുവിശേഷ വേലയെക്കുറിച്ച് എന്താണെന്ന് അറിയുവാനും, സുവിശേഷ വേല എന്താ പറയാ, നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ വചനം മറ്റുള്ള ആളോട് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നതിനെ കുറിച്ച് ദൈവം എന്നെ പഠിപ്പിക്കുമായിരുന്നു ആ ഒരു സമയങ്ങളിലെല്ലാം. അവിടെയായിരുന്നു ഞാൻ ആദ്യമായി പല വ്യക്തികളോടും സുവിശേഷം പറയുവാനും പലവരുടെ അടുത്ത് പോയി നിന്ന് ദൈവത്തിന്റെ വചനം സംസാരിപ്പാനൊക്കെയുള്ള ആ ഒരു ധൈര്യവും അല്ലെങ്കിൽ അതിനുള്ള എന്നെ ഒരുക്കുവാനുള്ള ഒരു ടൈമായിട്ട് ദൈവം അത് ഉപയോഗിക്കാനിടയായി. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ സുവിശേഷ വേലയും ദേവദാസന്റെ കൂടെ ഒരു അനുഗ്രഹം, എന്താ പറയാ, ദേവദാസന്റെ ഒരു അനുഗ്രഹം പോലെ നടപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കി. അപ്പൊ ആ ഒരു നാളുകൾ നടന്നപ്പോൾ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ റിലേറ്റീവ്സ് ഇവരെല്ലാം പറഞ്ഞു, നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായി നടന്നവനാ, ഇപ്പൊ കണ്ടില്ലേ വഴി കൂടെ തെണ്ടി നടന്ന് ട്രാക്റ്റും കൊടുത്ത് അവന് ബൈബിളെന്നും പറഞ്ഞ് നടപ്പുണ്ടെന്നും പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പം ഞാനതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. പക്ഷെ എങ്കിലും ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ദേവാസിനോട് ഇങ്ങനെ പറയുവാനും ഇടയായപ്പോൾ പാസ്റ്റർ എന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമുക്കൊന്നുകൂടെ ദൈവം പ്രാർത്ഥിച്ച ഒരു നിയോഗം കിട്ടിയ പോലെ ദേവാസിനോട് പറഞ്ഞു, നമുക്കൊന്നുകൂടെ എക്സാം എഴുതാമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു എക്സാം ഡേറ്റ് ഒരുക്കി. അങ്ങനെ അന്ന് പോയി ഞാൻ അപ്പം ഞാൻ എക്സാമിന് മുമ്പ് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു IELTS അക്കാഡമിയിൽ ചേരുവാനിടയായി. ആ IELTS അക്കാഡമി കടന്നുപോയപ്പോഴും അവിടെ ഒത്തിരി യുവാക്കന്മാര്, അതേപോലെ എൻ്റെ കൂട്ടുകാരായിട്ട് വന്നവരോടെല്ലാം ദൈവത്തിന്റെ വചനം പറയുവാനിടയായി. അതിൽ കുറച്ചു പേരൊക്കെ എന്നോട് ചോദിപ്പാൻ, നീ എന്തുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു? കാരണം അവര് എന്താ പറയുക, വൈകിട്ട് ബാറിൽ പോകുന്നു, അവർ കറങ്ങുന്നു, പക്ഷെ ഇതിലൊന്നും ചെയ്യാതെ പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ എന്തുകൊണ്ട് നീ ഡിഫറെന്റ് ആയിരിക്കുന്നു എന്ന് എന്നോട് ചോദിപ്പാനിടയായി. അപ്പൊ അവരോടെല്ലാം ഞാൻ ദൈവത്തിന്റെ വചനവും അതേപോലെ എൻ്റെ സാക്ഷ്യവും പറയുവാനിടയായി. അതിനുശേഷം എൻ്റെ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്കോർ നൽകി. ദൈവം എനിക്ക് ആ ലഭിക്കേണ്ടത് ആയ സ്കോർ ദൈവം എനിക്ക് നൽകി. എനിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം ഇടയാക്കി. അങ്ങനെ എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്താണ് അന്ന് അവിടെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുവാനിടയായിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പം എന്നെ എവിടെയെങ്കിലും ഒന്ന് പറയാമോ, എവിടെ അങ്ങനെ ഒരു മീറ്റിംഗ് ഉള്ളത്? അപ്പൊ അവന്റെ വീട് കാലടിയായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ആകെ അറിയുന്നത് അങ്കമാലിയിലുള്ള ഒരു ഷാരോൺ സഭ മാത്രമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട് അവിടെ, നീ അവിടെ കടന്നു പോവാ എന്ന് ഞാൻ അവനോട് പറയുവാനിടയായി. അങ്ങനെ ഒരു ദിവസം എനിക്ക് അവനെ ഒരുമിച്ച് ആ സഭയിലേക്ക് കടന്നു പോകാനും അവിടെ ഒരു സൺഡേ സർവീസ് അറ്റൻഡ് ചെയ്യുവാനും ദൈവം ഇടയാക്കി. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററിന് അറിയായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടെന്നുള്ളത്. കാരണം എന്നോട് സാക്ഷ്യം പറയണമെന്ന് പാസ്റ്റർ പറഞ്ഞിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഭക്ഷണമൊക്കെ തന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ പാസ്റ്റർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അജിത്തിന് ഞങ്ങളൊരു മാരേജ് പ്രപ്പോസൽ കൊണ്ടുവന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി, ദൈവമേ, കാരണം എൻ്റെ സാഹചര്യം ഇതാണല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പാസ്റ്ററോട് പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താ, ഞാൻ ദൈവഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എന്താണോ അതെല്ലാം ദൈവം ഓരോ വ്യക്തികളിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കുവാനിടയായി. അങ്ങനെ ആ ദേവദാസനിലൂടെ എനിക്ക് വേണ്ട തക്ക തുണയെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒരുക്കുവാനും
ഈ ഓരോ സമയവും അത് എൻ്റെ ജീവിതത്തിൽ ഓരോ ഇൻസിഡന്റിലും അങ്ങനെയാണ്. ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് ദൈവഹിത പ്രകാരം എന്ത് ഞാൻ ചെയ്യുമ്പോഴും ദൈവം അതിനനുസരിച്ച് വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ എൻ്റെ പ്രപ്പോസൽ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ പപ്പ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. നീ ആരാ പെന്തക്കോസ്തുകാരെ വിളിച്ചോണ്ട് പോയി എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറയുവാൻ ഇടയായി. അപ്പം ഞാൻ അതിനുശേഷമാണ് ഞാൻ ഈ പ്രപ്പോസൽ വന്ന ഫാമിലി ആയിട്ട് സംസാരിപ്പാൻ, അവിടുത്തെ ആ പിതാവായിട്ട് സംസാരിപ്പാൻ ഇടയായത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ പോലെ തന്നെ ഏകനായ വിശ്വാസത്തിലേക്ക് വന്നൊരു പിതാവായിരുന്നു അത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ വന്നു, എന്നെ ദൈവം ഇത്രത്തോളം മാനിച്ചെങ്കിൽ എനിക്ക് ഉറപ്പാണ് ദൈവം നിന്നെയും മാനിക്കും, ബലപ്പെടുത്തും എന്നുള്ള കാര്യത്തില്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. അത് എന്നെ ഒത്തിരിയേറെ ബലപ്പെടുത്തി. ആ പപ്പയുടെ ആ ഒരു വാക്കുകൾ എന്നെ ഒത്തിരിയേറെ ബലപ്പെടുത്തി. അങ്ങനെ ഞാൻ അയർലൻഡിലേക്ക് കടന്നു വരുന്നതിന്റെ അന്ന് രാവിലെ, അന്ന് വൈകിട്ടായിരുന്നു എൻ്റെ ഫ്ലൈറ്റിംഗിൽ, അന്ന് രാവിലെ ഈ മാരേജ് ഫിക്സ് ചെയ്യുവാനും ഓഗസ്റ്റിലെ 2017 എൻ്റെ മാരേജ് ഫിക്സ് ചെയ്യുവാനും തീരുമാനമെടുത്ത് അങ്ങനെ 5th May 2018 ഞാൻ അയർലൻഡിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ഞാൻ അയർലൻഡിലെ പ്രദേശത്ത് എൻ്റെ കാലുകളെ കുത്തുവാൻ May 5 2023 എൻ്റെ അപ്പനപ്പന്മാർ പോലും എത്താത്ത ഈ ദേശത്ത് എൻ്റെ ദൈവം എൻ്റെ കാലുകളെ ഈ ദേശത്ത് കൊണ്ടുവന്ന് കുത്തുവാൻ ദൈവം ഇടയാക്കി. ഇവിടെ വന്നപ്പോഴും എനിക്ക് ഇവിടെ ഒരു പരിചയമില്ല ആരെയും. എല്ലാം ഞാൻ വളരെയധികം പുതിയൊരാളായിരുന്നു. നാട്ടിലെ 1-2 സഭകളിൽ നിന്ന് പലരും എനിക്ക് നമ്പേഴ്സ് ഒക്കെ തന്നെങ്കിലും ഞാൻ ഫോൺ നമ്പേഴ്സ് എല്ലാം ബൈബിളിനകത്ത് വെച്ചിട്ട് പറഞ്ഞു, ദൈവമേ നിന്റെ ഹിതം എവിടെയാണോ അവിടെ നീ എന്നെ കൊണ്ടുപോവുള്ളൂ, ഏത് സഭയാണോ നീ ആഗ്രഹിക്കുന്ന കർത്താവെ അവിടെ നീ കൊണ്ടുപോകുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയെങ്കിൽ ആ എയർപോർട്ടിൽ ഒരു പാസ്റ്റർ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. അന്ന് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി, അവിടെ ആ എയർപോർട്ടിൽ ഒരു പാസ്റ്റർ, ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല, പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അതൊരു ദൈവദാസനാണെന്നും ആ ദൈവദാസ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിലേക്ക് എനിക്ക് കടന്നു പോകാൻ എല്ലാം ദൈവം ഇടയാക്കി. ഇവിടെ വന്ന ശേഷം ഞാൻ ഇവിടുത്തെ എക്സാമുകളൊക്കെ പാസ്സാവാൻ, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടുവാൻ എല്ലാം ദൈവം ഇടയാക്കി. അതേപോലെ തന്നെ ഈവൻ ജോലി സ്ഥലത്ത് പോലും, കാരണം നമ്മൾ പുതുതായിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയും ദൈവം ഒരു വിശ്വാസിയെ ഒരുക്കി. അതും എൻ്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹം എന്ന പോലെ ഒരു വ്യക്തിയെ ഒരുക്കുവാൻ ഇടയായി. അപ്പൊ നമ്മൾ ദൈവഹിതത്തിനും ദൈവഇഷ്ടത്തിനും വേണ്ടി നിൽക്കുമ്പോൾ ദൈവം വ്യക്തികളെ അയച്ച്, നമ്മുടെ ആവശ്യങ്ങളുടെ സ്ഥലത്ത് ദൈവം വ്യക്തികളെ അയച്ച് നമ്മളെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്തുവാനും ഇടയാകും. അങ്ങനെ തന്നെ മുന്നോട്ട് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ കല്യാണം റിലേറ്റഡ് ആയിട്ട് ഞാൻ നാട്ടിലുള്ളവരിലൊക്കെ ഇങ്ങനെ വിളിക്കുവാൻ തുടങ്ങി, ക്ഷണിക്കുവാൻ തുടങ്ങി എൻ്റെ റിലേറ്റീവ്സിനെ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം 2018 ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ജലപ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ ടൈമായിരുന്നു. അപ്പം ഞാൻ വിളിച്ച എൻ്റെ എന്താ പറയാ റിലേറ്റീവ്സ് ഒക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. വലിയ പ്രാർത്ഥനാക്കാരനായിരുന്നല്ലോ, എന്നിട്ട് എന്ത് പറ്റി, ഇപ്പം പ്രകൃതി പോലും നിനക്ക് എതിരായല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുവാൻ തുടങ്ങി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ഞങ്ങൾ ഇന്നെടുത്ത തീരുമാനമല്ല, ഞങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചെടുത്ത ഒരു ഡിസിഷനാണ്. ദൈവമേ നിന്റെ ഹിതം വെളിപ്പെടണമേ. അങ്ങനെ വൈഫിന്റെ അവരുടെ ഫാമിലിയാണല്ലോ, അവരെല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ എണീക്കുമ്പോൾ ഞാൻ ഈ ഞങ്ങളുടെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ അയർലൻഡ് ആകാശത്ത് കാണുന്ന ഒരു റെയിൻബോ, ഒരു മഴവില്ലാണ്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് നോഹയുടെ കാര്യം ഇങ്ങനെ ഓർമ്മ വന്നു. ഞാൻ വിശ്വസിച്ചു, ദൈവം എനിക്ക് തന്നൊരു അടയാളമാണ്, ഞാനിത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഞാൻ പല ദിവസങ്ങൾ മുന്നോട്ട് കഴിയും തോറും കൂടുതൽ ഡാമുകൾ തുറന്നു, കൊച്ചി എയർപോർട്ട് അടച്ചു. ഞാൻ കൊച്ചി എയർപോർട്ടിലേക്ക് വരാനിരുന്നതായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് കടന്നു പോകാനുള്ള ഒരു വഴി ദൈവം തുറന്നു. പക്ഷെ എനിക്ക് ട്രിവാൻഡ്രത്ത് വന്ന് എന്നെ പിക്ക് ചെയ്യാൻ ആരുമില്ല. ഈ വെള്ളപ്പൊക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആരും അതിനുവേണ്ടി മുതിരത്തില്ല, വരാനും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ വഴിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ ദൈവം അന്ന് അത്ഭുതം എന്ന് പറയുന്ന രീതിയിൽ അന്ന് ജനശതാബ്ദി ട്രെയിനിന്റെ ഫസ്റ്റ് സർവീസ്, ആ ഒരു ഫ്ലഡിന്റെ ടൈമിലുള്ള അവരുടെ ഫസ്റ്റ് സർവീസ് അവർ സ്റ്റാർട്ട് ചെയ്യുവാനും ആ ട്രെയിനിലേക്ക് എനിക്ക് എത്തുവാൻ ഒരു ഓട്ടോ എവിടെ നിന്ന് എനിക്കറിയില്ല, ഇന്നും എനിക്കറിയില്ല. കാരണം ഒരു സ്വന്തം വണ്ടികൾ വന്ന ആൾക്കാർ പിക്ക് ചെയ്യുന്ന പറഞ്ഞൊരു ഓട്ടോ എവിടുന്നോ വന്ന് എന്നെ പിക്ക് ചെയ്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തുവാനും ആ ട്രെയിൻ മുഖാന്തരം എനിക്ക് എറണാകുളത്ത് എത്തുവാനും ദൈവം ഇടയാക്കി. ഞാൻ എറണാകുളത്ത് എത്തി അന്ന് വന്ന് കല്യാണം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന അന്ന് വരെ പിന്നെ മഴ പെയ്യുവാൻ ദൈവം ഇടയാക്കിയില്ല. ആ ദൈവം എനിക്ക് നൽകിയ ആ ഉറപ്പ്, അത് ദൈവം എൻ്റെ ജീവിതത്തിൽ കാണിപ്പാൻ ഇടയായി. ഓഗസ്റ്റ് 25 2018 ഓഗസ്റ്റ് 25 എൻഗേജ്മെന്റ്, 27 മാരേജ്. അതിന് അനുഗ്രഹിക്കപ്പെട്ട എൻഗേജ്മെന്റ് സെക്ഷൻ ദൈവം നൽകുവാൻ ഇടയായി. എൻ്റെ പപ്പ വന്നില്ല, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, പിന്നെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് അവർ കടന്നു വന്നു. 26 അപ്പോൾ സൺഡേ ആയിരുന്നു. അപ്പൊ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കോള് വരികയാണ് എൻ്റെ ഒരു അങ്കിളുടെ.
അപ്പം എനിക്കൊരു കോള് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ പപ്പ കല്യാണത്തിന് കൂടണമെങ്കിൽ നീയും നിന്റെ ഭാര്യയും കൂടെ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടണം. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരുമെന്നും പറഞ്ഞ് നിങ്ങളൊരു ഒപ്പിടുവാണെങ്കിൽ മാത്രമേ, കോൺട്രാക്ട് സൈൻ ചെയ്ത് മാത്രമേ നിന്റെ പപ്പ കല്യാണത്തിന് കൂടത്തുള്ളൂ എന്നോട് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനൊരു കോൺട്രാക്റ്റും വെച്ചിട്ടല്ല ഞാൻ യേശുവിൻ്റെ അടുത്ത് പോയത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് പോയത് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണെന്ന് പറയുവാനും ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കുവാനിടയായി. 27-ാം തീയതി എൻ്റെ കല്യാണം നമ്മുടെ പാസ്റ്റർ ഫിന്നി ജേക്കബിന്റെ കഴുകിൽ വെച്ചാൽ നടന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ആ ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ ഒത്തിരിയേറെ ദുഃഖം തോന്നി, ഒത്തിരിയേറെ വിഷമം തോന്നിയെങ്കിലും ആ ശുശ്രൂഷ, ആ ദൈവാസന്റെ ശുശ്രൂഷയും ആ ദൈവവചന ശുശ്രൂഷയും ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പം ഇതേപോലെ ചേട്ടനും ചേട്ടത്തിയും ഉണ്ടായാലും പപ്പയും മമ്മിയും ഹാളിലേക്ക് കയറിയില്ല, ഒരു ഹാളിന്റെ വെളിയിൽ നിന്നേ ഉള്ളൂ, ഒരു ഹാളിലേക്ക് കടന്നു വന്നില്ല. പക്ഷെ വെളിയിൽ നിന്ന് പെന്തക്കോസുകാരെ എല്ലാം ചീത്ത പറയുകയും വഴക്ക് പറയുകയും ഇവരെല്ലാം എൻ്റെ മോനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ട് പോയി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ പപ്പ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടു, ചെയിനിട്ട് കീയിട്ട് ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഒരു പെന്തക്കോസുകാരും എൻ്റെ വീട്ടിൽ കയറണ്ട, ഒരുത്തനും ഇവിടെ കയറണ്ട എന്നും പറഞ്ഞ് എൻ്റെ പപ്പ അതെല്ലാം കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് വെച്ചു. അവിടെ വന്ന് ഞങ്ങൾക്ക് ആകെ സങ്കടമായി പോയി. ആ ഒരു വശത്ത് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടെങ്കിലും മറുവശത്ത് ദൈവം എനിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെയാണ് നൽകിയത്. 4 ചേച്ചിമാരുള്ള എൻ്റെ വൈഫിന്റെ കുടുംബം. അതുപോലെ തന്നെ ദൈവം എനിക്ക് 3 ദൈവസഭകളെ തന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങൾ അതിങ്ങനെ പറയുന്നു, അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരങ്ങളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വചനപ്രകാരം തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട 3 സഭകളെ എല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നെ, എന്നെ പലയിടത്തും ഞാൻ വിഷമിക്കേണ്ട സാഹചര്യം എന്നെ ബലപ്പെടുത്തുന്ന രീതിയിൽ അവര് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫിന്റെ പേര് സ്വീറ്റി പോള്. ഇവിടെ അയർലൻഡ് പ്രദേശത്ത് ഒരു നഴ്സായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. നാട്ടിൽ നിന്ന് തന്നെ OET ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി ഈ ദേശത്തേക്ക് കടന്നു വരാൻ ദൈവം കൃപ നൽകി. അതുപോലെ തന്നെ ആ കോവിഡിന്റെ ആ ഒരു പ്രതിസന്ധി സമയത്തായിരുന്നു, അതിന്റെ തൊട്ടു മുമ്പ് എയർപോർട്ടുകളൊക്കെ അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് ദൈവം തക്ക സമയത്ത് വഴികളെ തുറന്ന് ഈ ദേശത്ത് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ ഞാൻ ഈ അയർലൻഡ് പ്രദേശത്തായിരുന്നപ്പോൾ നാട്ടിൽ സുവിശേഷ വേലയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇവിടെ വന്ന് ആരോടും ഒരു വചനം പറയുവാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുവാൻ കഴിയുമോ എന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി ഒരു എന്താ പറയാ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവം വഴികളെ തുറന്ന് പലയിടത്തും പോയി ട്രാക്റ്റുകളെ കൊടുക്കുവാൻ ദൈവം ഇവിടെ ഇടയാക്കി. അനേക വ്യക്തികളോട് ദൈവത്തിന്റെ വചനം, കൂടെ ജോലി ചെയ്യുന്നവര്, കടന്നു വന്ന കുറച്ച് രോഗികളോട്, അങ്ങനെ പലരോടും ദൈവത്തിന് വചനം പറയുവാനും കുറച്ച് പേരോട് എൻ്റെ സാക്ഷ്യം പറയുവാനും ഒക്കെ ദൈവം ഇവിടെ ഇടയാക്കി. അപ്പം അതേപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയും ദൈവസഭയും എല്ലാം ദൈവം ഇവിടെ തരുവാനിടയായി. അങ്ങനെ ഏപ്രിൽ 2021 ഏപ്രിൽ 17 ദൈവം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ, ഒരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ കുഞ്ഞിന്റെ പേര് ജൊസയ്യ ഇയാൻ അജിത്ത് എന്നാണ്. ഞാൻ ഏകനായ ഈ വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ ഇന്ന് എന്നെ ഒരു കുടുംബമായി ദൈവം എന്നെ സഭയിലേക്ക് നിലനിർത്തി. ഞാൻ അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഈ ടെസ്റ്റിമണി കേട്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: യേശുക്രിസ്തുവാണ് നമ്മുടെ ഏകരക്ഷകൻ. ഈ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ യേശുക്രിസ്തുവെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്തൊരു പ്രയാസങ്ങളാവട്ടെ, എന്തൊരു പ്രതിസന്ധികളാവട്ടെ, എന്തൊരു രോഗങ്ങളാവട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, പക്ഷെ ഇനി ആരെങ്കിലും നിങ്ങളെ കൈവിട്ടു പോയാൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുകയാണ്, ഈ യേശുക്രിസ്തു, നമ്മുടെ ഈ രക്ഷകൻ, നമ്മുടെ ഈ കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ച് നടത്തുവാൻ മതിയായവനാണ്. ഏതൊരു പ്രതിസന്ധിയുടെ മധ്യേയും അവൻ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കില്ല, ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. എൻ്റെ ഈ സാക്ഷ്യം അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. ദൈവം ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കില്ല. അതിന് ദൈവം മതിയായവനാണ്. അത് പറയുവാനാണ് ജീവനോടെ ദൈവം ഇന്ന് എന്നെ ഇവിടെ ശേഷിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട്, ദൈവത്തിന്റെ കൃപയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്നെ ഇന്ന് നിലനിർത്തുന്നത്. എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു മീറ്റിംഗ് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ 1-2 ഫോട്ടോസും കൂടെ ഷെയർ ചെയ്യാം ആ ടൈമില്, കാരണം പെട്ടെന്നായത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. പറയുന്നതിനിടയ്ക്ക് ഷെയർ ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി പോവായിരുന്നു.
ഇത് ആക്സിഡന്റ് ടൈമിലെ ഫോട്ടോ, ഇത് എൻ്റെ സർജറി ടൈമിലെ ഫോട്ടോസാണ്. ഇത് ഞാൻ റീജോയിൻ ചെയ്തപ്പോൾ ഉള്ള എൻ്റെ ഫോട്ടോയാണ്, ഹോസ്പിറ്റലിൽ റീജോയിൻ ചെയ്തപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ മാരേജ് ഫോട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ അയർലൻഡിലായിരിക്കുന്ന കുഞ്ഞായിട്ടുള്ള ഫോട്ടോ. സ്തോത്രം, സ്തോത്രം. എൻ്റെ സാക്ഷ്യത്തെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയെ ഈ സമയം പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഫിനി പാസ്റ്ററോടും അതുപോലെ ഈ സതി ടി വിയോടും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ഇതിന് മുഖാന്തരമായത് ഞങ്ങളുടെ ഇവിടെ സഭയിലായിരിക്കുന്ന ഒരു ബ്രദറാണ്, മാത്യു ബ്രദർ. മീറ്റിങ്ങിന് ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ നോക്കിയിലുണ്ടായിരുന്നു എന്നുള്ളത്, ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. മാത്യു ബ്രദറിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ദൈവം വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്നത് അത് നമുക്കും അത് അനേകർക്കും അനുഗ്രഹമായി തീരുന്നല്ലോ. വീണ്ടും ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഈ സമയം അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു അജിത് ബ്രദറെ. മാത്യു ബ്രദറിൻ്റെ മമ്മിയും വൈഫും ഒക്കെ നമുക്ക് ആസാദിയിൽ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ പ്രത്യേക ഒരു സാഹചര്യം ഒരുങ്ങുവാനിടയായി തീർന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അജിത് ബ്രദറിൻ്റെ സാക്ഷ്യം വേഗത്തിൽ കൊണ്ടുവരേണ്ടതുകൊണ്ട് നമുക്ക് യുവായിലാണ് എളുപ്പം സ്ലോട്ട് കിട്ടുന്നത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ നമ്മൾ യുവായിൽ ഈ ഒരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുകയായിരുന്നു. അജിത് ബ്രദർ ചെറുപ്പക്കാരനായതുകൊണ്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്ലോട്ട് ഇതെന്ന് തന്നെ കണ്ട് നമ്മൾ വേഗത്തിൽ അറേഞ്ച് ചെയ്യുമായിരുന്നു. ഒത്തിരി നന്ദി പറയുന്നു. വളരെ അത്ഭുതകരമായൊരു സാക്ഷ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒത്തിരി പ്രിയമുള്ളവർ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മോൻസ് ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പലരും സജിനി സിസ്റ്റർ കോട്ടയത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല, കാരണം കുറേ ലാപ്ടോപ്പ് കുറേ മുൻപോട്ട് മാറിയിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എബിൾ ബ്രദറിൻ്റെ വൈഫ് കർത്താവ് സഹായിക്കട്ടെ. മുംബൈ ഹാർവസ്റ്റ് ചർച്ചിൽ നിന്നും ചിലർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരും. അജിത് ബ്രദറെ, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ വിവാഹത്തിലൊക്കെ ഒറ്റയ്ക്ക് അങ്ങനെ ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നു, അതിനുവേണ്ടി ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വരുന്നു. അതിൻ്റെയൊക്കെയുള്ള ഒരു പ്രതിഫലം ഒത്തിരി വലുതാണ്. പലപ്പോഴും അത് ദൈവം നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്നിട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നവരെയോ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ഹൃദയ കണ്ണുകൾ തുറന്നിട്ടില്ല. അവർക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയമില്ലല്ലോ, പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഇടയായിത്തീരുന്നത്. അല്ലെങ്കിൽ പിന്നെ ആളുകൾ ചിന്തിക്കും, എന്താ പറഞ്ഞത്, നമ്മളിപ്പം എല്ലാവരും യേശുവിനെയല്ലേ വിളിക്കുന്നത്, നമ്മളും യേശുവിനെയാണല്ലോ വിളിക്കുന്നത്, അവിടെയും പോയാൽ എന്താ കുഴപ്പം. അങ്ങനെ നമുക്കതിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് മനസ്സിലായി. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒത്തിരി ഈ ഹിന്ദിക്കാരായ ആളുകൾ, ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ദൈവം അവരുടെ ഹൃദയക്കണ്ണിനെ പെട്ടെന്ന് അങ്ങ് തുറക്കും. അത്രയും നാളും ചെയ്തതെല്ലാം അതിൻ്റെ ആ ഒരു അർത്ഥശൂന്യതയെക്കുറിച്ച് പെട്ടെന്ന് അവർക്കങ്ങ് ബോധ്യമാവുക. അത് നമ്മൾ പറഞ്ഞിട്ടോ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ഇമ്പ്രസ് ചെയ്തിട്ടോ ഒന്നുമല്ല. നമ്മളൊന്നും പറയുന്നില്ല, നമ്മൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് പോലും അല്ല. ദൈവം ആ കണ്ണങ്ങ് തുറക്കുമ്പോൾ അവരെ ദൈവം അങ്ങനെ അങ്ങ് ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്കും എൻ്റെ ജീവിതത്തിൽ അറിയാൻ പറ്റി ഫസ്റ്റ്. കാരണം ഞാൻ ഇത്രയും നാള് ആ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നപ്പോൾ ചെയ്തിരുന്നത് എന്താണെന്നുള്ളത് അത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് അതെനിക്ക് ജീവിതത്തിൽ ആ വ്യത്യാസം മനസ്സിലാക്കുവാനും ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ട രീതി അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട രീതി ഇങ്ങനെ അല്ലെന്നുള്ള തിരിച്ചറിവ് ദൈവമാണ് എനിക്കത് നൽകുവാനിടയായത്. അത് അജിത് ബ്രദറിന്റെ പപ്പായും മമ്മിയൊക്കെ ഇപ്പോൾ അവർ വിശ്വാസത്തിൽ എങ്ങനെയാ, അതുപോലെ തന്നെയാണോ അതോ അവരിപ്പോഴും കാത്തലിക്കിൽ തന്നെയാണ്? മാതാപിതാക്കളുടെയൊക്കെ അകത്തെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാലത്ത് അവരെല്ലാവരും മനസ്സിലാകും എന്താണ് സത്യമെന്ന്, എല്ലാവർക്കും മനസ്സിലാകുവാനിടയായിത്തീരും. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ഒരു നമ്മൾ അവരെ എതിർക്കുകയോ അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി അങ്ങനെ ഒരു ചുവട് നമുക്ക് എടുക്കേണ്ടി വരുന്നു. കാരണം കർത്താവിനോടുള്ള സ്നേഹം മറ്റെന്തിനെക്കാട്ടിലും കൂടുതലായതുകൊണ്ട്. ഞങ്ങൾ നാട്ടിൽ പിന്നെ ലീവിന് കടന്നു പോയപ്പോഴത്തേക്കും പിന്നീട് വന്നപ്പോഴത്തേക്കും പപ്പയ്ക്ക് ഭയങ്കര കാര്യമായി. പിന്നെ ലാസ്റ്റ് വട്ടം കുഞ്ഞായ ശേഷം ചെന്നപ്പോഴത്തേക്കും പപ്പ ഭയങ്കര കാര്യമായിട്ട് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളോട് സ്നേഹമൊക്കെ നല്ല ഇതായി. പക്ഷെ വിശ്വാസമോ വചനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു ഇത് പപ്പയുടെ തരത്തില്ല. അതിന്റെ കാര്യത്തിൽ മാത്രം പപ്പയ്ക്ക്. പക്ഷെ എന്നാലും പപ്പയ്ക്ക് അറിയാം. ഞങ്ങൾ അന്ന് സാധാരണ ഞാൻ ചർച്ചിൽ പോകുന്നൊക്കെ പറയുമ്പോൾ എന്നും എന്നെ വഴക്ക് പറയുമായിരുന്നു, ഞങ്ങൾ വീട്ടിൽ നിന്ന് ചർച്ചിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും. പക്ഷെ ഞങ്ങളെ ലീവിന് ചെന്നപ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോകുന്നതിന് നിങ്ങൾ പോയിട്ട് വേഗം വരണം എന്നൊക്കെ പറഞ്ഞ് പപ്പ അങ്ങനെ ഒരു മാറ്റമുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ പപ്പ ആ ബൈബിൾ എടുത്ത്
മാറ്റിവെക്കുന്നത്. ഏത് ബൈബിളാണ്? POC ബൈബിൾ. അത് കാത്തലിക് ചർച്ചിൻ്റെ ഒഫീഷ്യൽ ബൈബിളാണ്. അപ്പം POC ബൈബിൾ എടുത്തിട്ടാണ് മാറ്റിവെക്കുന്നത്. അപ്പം ബൈബിളിനെ പോലും പപ്പായ്ക്ക് ഭയമാണ്. അപ്പോൾ അതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പലർക്കും വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും അവർക്ക് പള്ളിയോടാണ് സ്നേഹം, ദൈവത്തോടല്ല. രണ്ട് സ്നേഹമുണ്ട്. ചിലർക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, പള്ളിയോട് സ്നേഹമില്ല. ചിലർക്ക് പള്ളിയോട് ഭയങ്കര സ്നേഹമാണ്, ദൈവത്തോട് സ്നേഹമില്ല. അപ്പോൾ ഈ രണ്ട് ടൈപ്പാണ് ക്രിസ്ത്യൻസ് ഉള്ളത്. പള്ളിയോട് സ്നേഹിക്കുന്നവർ അവർക്ക് വേണമെങ്കിൽ ബൈബിൾ എടുത്ത് കത്തിക്കാൻ പറഞ്ഞാൽ അവർ കത്തിക്കും. കാരണം അവർക്ക് ബൈബിളല്ല പ്രധാനം, പള്ളിയാണ് പ്രധാനം. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് വിശ്വാസത്തിന് വേണ്ടി അകത്തെ കണ്ണ് തുറന്ന് വെളി വരുന്നത്. വേദോസം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അപ്പം വിളിയും സ്നേഹവും കണക്റ്റഡ് ആണ് അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാത്തവരെ ദൈവം വിളിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അതിന് തിയോളജി ഒന്നും ഉണ്ടാക്കുന്നില്ല. ദൈവത്തെ സ്നേഹമുള്ളവനെ ദൈവം ഉറപ്പായിട്ട് വിളിക്കും നമുക്ക് പറയാം. ദൈവത്തെ സ്നേഹമുണ്ടോ, ദൈവം ഉറപ്പായിട്ട് വിളിക്കും. പള്ളിയെ സ്നേഹമല്ല. പള്ളിയെ സ്നേഹം എന്ന് പറയുമ്പോൾ അത് ഒരു മതമാണ്, ഒരു റിലീജിയനാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇന്ന് ഈ കാലം എന്ന് പറഞ്ഞാൽ റിലീജിയസ് എക്സ്ട്രീമിസത്തിൻ്റെ കാലമാണ്. എല്ലാവരും അങ്ങ് ഫണറ്റിക് ആകുക, അതിൻ്റെ അങ്ങേ തലക്കെല്ലോട്ടാണ് പോകുന്നത് എല്ലാ മതങ്ങളും. അവർക്ക് ദൈവത്തോടുള്ള സ്നേഹമൊന്നുമല്ല, അവരുടെ മതം എന്നുള്ളൊരു വികാരം, അതൊരു റിലീജിയനാണ്. അവർ സ്പിരിച്വൽ അല്ല, ആത്മീകരല്ല, മതഭ്രാന്തന്മാരാണ്. ആത്മീകതയും മതഭ്രാന്തും രണ്ടാണ്. ഇപ്പോൾ ഏത് സമൂഹത്തിലും ആത്മീകതയുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമേ എന്നൊരു ഭയം, ദൈവമേ എന്നുള്ള വിളിയുള്ളവരുണ്ട്. എല്ലാ സമൂഹത്തിൽ നിന്നും അങ്ങനെയുള്ളവരെ കർത്താവ് പുറത്തു കൊണ്ടിരുന്നത്. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്ന ദൈവം കുടുംബമായിട്ട് ധാരാളം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യുവായിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാളം പേര് ഈ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും ചെറിയ പ്രായം യേശുവിന് വേണ്ടി കൊടുക്കുക, നിങ്ങളുടെ യൗവനം യേശുവിന് വേണ്ടി കൊടുക്കുക. ഞാൻ കഴിഞ്ഞ വീക്കിൽ നാട്ടിലായിരുന്നപ്പോൾ ഡി ജോഷുവ സാറിൻ്റെ ഇൻ്റർവ്യൂ നടത്തി. ഡോക്ടർ ഡി ജോഷുവ ICPFൻ്റെ ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡൻ്റാണ്. അപ്പം ജോഷുവ സാറിൻ്റെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്കൊത്തിരി അത് എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായി തീർന്നു. കുഞ്ഞുങ്ങളോട് പറയുക, യുവാക്കളോട് പറയുക. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ എന്തെങ്കിലും റിമാർക്കബിളായിട്ട് ചെയ്യണം. അപ്പോൾ പുള്ളിയുടെ ചെറുപ്പം മുതലൊരു ആഗ്രഹമാണ്, എനിക്ക് എന്തെങ്കിലും റിമാർക്കബിളായിട്ട് ഇന്ത്യയുടെ സുവിശേഷ വേല ചെയ്യണം. ഐ വാണ്ട് ടു ഗീവ് സം കോൺട്രിബ്യൂഷൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാവരും ചെയ്യുന്നത് പോലല്ല, എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, ഞാൻ ഈ ഒരു ആഗ്രഹത്തിൻ്റെ സീഡ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടുക. ഞാനിത് കേട്ടപ്പോൾ എനിക്കും തോന്നി, ഞാൻ അല്പം കൂടെ നേരത്തെ ഈ തീരുമാനം എടുത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ചിന്ത മനസ്സിൽ വന്നായിരുന്നെങ്കിൽ നല്ലതെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ചിന്തിക്കുക, കർത്താവേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്നെ ഉപയോഗിക്കണം. റിമാർക്കബിളായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം ഏതുമാകട്ടെ. നമ്മുടെ അജിത് ബ്രദർ അയർലൻഡിലേക്ക് അജിത് ബ്രദർ പോകുമ്പോൾ ജോലി ചെയ്യാൻ പോകുന്നു. നല്ലൊരു ചർച്ച കിട്ടി. പക്ഷേ അത് മാത്രമാണല്ല, ആ ദേശത്തിന് വേണ്ടി എന്തെങ്കിലും റിമാർക്കബിളായിട്ട് ചെയ്യാൻ. നമുക്കിപ്പോൾ അടുത്ത ദിവസം, നെക്സ്റ്റ് വീക്ക് സാക്ഷ്യത്തിൻ്റെ 13-ാം തീയതി സാക്ഷ്യത്തിന് വരുന്നത് വളരെ യങ്ങായിട്ടുള്ള ഒരു കുഞ്ഞാണ്. 26-27 വയസ്സേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഭയങ്കര സാക്ഷ്യം. അപ്പോൾ അതും ഒരു ഭയങ്കര സ്റ്റോറിയാണ്. അപ്പോൾ ആ മോളുടെ സാക്ഷ്യത്തിലും അവളുടെ ആഗ്രഹം എന്താണെന്നറിയാം. അവളിപ്പം മൈഗ്രേറ്റ് ചെയ്ത് US പോയിരിക്കട്ടെ. സാക്ഷ്യം നിങ്ങൾ കേട്ടാലേ അതിൻ്റെ മഹത്വം മനസ്സിലാകത്തുള്ളൂ. അവൾ പറഞ്ഞത്, ദൈവം എന്നെ വെറുതെ ഒന്നുമല്ല USA കൊണ്ടുവന്നത്, ഇതിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ട് അല്ലേ, ഒരു പർപ്പസ് ഉണ്ട്. നമ്മളിപ്പോൾ ഭയങ്കര ഒരു മൈഗ്രേഷൻ്റെ വേവ് ഉള്ള സമയം, കാനഡ, USA ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെ കേവലം ജോലി ചെയ്ത് കുടുംബം പോറ്റി അങ്ങനെ അല്ലേ, അങ്ങനെ ജീവിക്കാനാണോ ദൈവം ഓരോ ദേശങ്ങളിൽ എത്തിച്ചിരിക്കുന്നത്? ഒരു ഭക്തനെ ദൈവം ഒരു ദേശത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഗോഡ് വാണ്ട് ടു ചേഞ്ച് ദാറ്റ് നേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ.
ദൈവത്തിന് ആ വ്യക്തിയെ കൊണ്ട് ആ ദേശത്തെ മാറ്റാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പറയും, പാസ്റ്ററേ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എൻ്റെ എത്നിക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ, നമ്മുടെ മലയാളമാണ്, നമ്മൾ ഇംഗ്ലീഷുകാരോട് പറഞ്ഞാൽ അവർ ഇതൊക്കെ നമ്മുടെ മണ്ടൻ ചിന്തയാണ്. നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. പക്ഷേ ഒരു റിയൽ അനോയിൻറ്റിങ് നമ്മുടെ മേലുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ അനോയിൻറ്റഡ് ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ പറയേണ്ട ആളുകൾ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തും. അതിനാണ് ഈ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. അതിന് അനോയിൻറ്റിങ് ഈ മോളുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, അവൾ ഊബർ വിളിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ, അവൾക്ക് സ്വന്തമായി വണ്ടിയില്ല, ട്രാവൽ ചെയ്യുമ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ സമയം കിട്ടുമ്പോൾ അവൾ ആ ഡ്രൈവറോട് സുവിശേഷം പറയും. അമേരിക്കക്കാർ, വെളുമ്പന്മാർ, നിഗ്രോസ്, കർബന്മാർ കണ്ണുനീരോടുകൂടെ കേൾക്കും. അപ്പോൾ അവിടെ ലാംഗ്വേജ് ആണോ? അല്ല, അവളുടെ അനോയിൻറ്റിങ്ങും അവൾ ഗോസ്പൽ ഷെയർ ചെയ്യാനുള്ള വില്ലിങ്നെസ്സുമാണ്. അവളോട് ആളുകൾ ചോദിച്ചാൽ, നീ അങ്ങനെ അമേരിക്കയ്ക്ക് വന്നതെന്ന് ചോദിച്ചാൽ, അവൾ ഇവിടെ യേശു എന്നെ കൊണ്ടുവന്നെന്ന് പറയും. ഏത് വെള്ളക്കാരനോടും പറയും, യേശുവാണ് എന്നെ അമേരിക്കയിൽ കൊണ്ട്. അപ്പോൾ അവർക്ക് അത്ഭുതം, അവർ ക്യൂരിയസ് ആവും, അതെങ്ങനെ? അപ്പോൾ അവളുടെ സ്റ്റോറി പറയും, അവരത്ഭുതപ്പെടും. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. പീപ്പിൾ, കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പർപ്പസുണ്ട്. ചെറുതോ വലുതോ എന്നുള്ളതല്ല. പറയണം, കർത്താവ് എനിക്കൊരു മാറ്റമുണ്ടാക്കണം, ഒരു മാറ്റത്തിൻ്റെ ശക്തിയായിട്ട് എനിക്ക് തീരണം. എല്ലാ കണ്ണുകളും അടച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെ ഉപയോഗിക്കണം. ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ പ്രസൻസ് ചില വ്യത്യാസം ഉണ്ടാക്കണം. നിങ്ങളൊരു ദേശത്ത് താമസിച്ചാൽ ആ ദേശത്തിലെ പിശാച് ഭയന്ന് വിറയ്ക്കുന്നെങ്കിൽ ദാറ്റ്സ് എ ബിഗ് ഇമ്പാക്റ്റ്. നമ്മളൊക്കെ ആരാ? ഇഫ് യു ആർ അനോയിൻറ്റഡ്, നിങ്ങളൊരു ദേശത്ത് താമസിച്ചാൽ ആ ദേശത്തിൻ്റെ ആത്മമണ്ഡലത്തിൽ, സ്പിരിച്വൽ റലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ, ആ ദേശത്തിൻ്റെ സ്പിരിച്വൽ റലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ, നിങ്ങൾ വെറുതെ ഒരു മുറിക്കകത്ത് അടച്ച് പാർത്താൽ മതി, അതുപോലും ആ ദേശത്തെ ചേഞ്ച് ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവായിലെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണം കർത്താവേ. കർത്താവേ, ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ സ്പർശിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവൃത്തി ഞങ്ങൾ ഓരോരുത്തരിലൂടെ ഈ നാളുകളിൽ നടക്കണം. ഒരു വലിയ വ്യത്യാസമുണ്ടാക്കുവാൻ, ഞങ്ങളുടെ തലമുറയിലൊരു അത്ഭുതമാകുവാൻ ഞങ്ങളെ നിർത്തണം. ഞങ്ങളെല്ലാവരെ പോലെ ജീവിച്ചു കുറേ നാൾ കഴിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയി എന്ന് എഴുതുവാനല്ല. ഹല്ലേലൂയ. എല്ലാവരും ജനിച്ചു മരിച്ചു എന്ന് രേഖപ്പെടുത്തിയെടുത്ത് അതിൻ്റെ നടുക്ക് ഒരുവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നെഴുതിയതുപോലെ ഈ തലമുറയിൽ എല്ലാവരെക്കുറിച്ചും പറയുന്നതിനപ്പുറമായതൊന്ന് സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ എഴുതണം. കർത്താവേ, പിശാച് ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന പദ്ധതികളെ ഞങ്ങൾ പൊളിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോട്ടമിടുന്ന അന്ധകാരത്തിൻ്റെ കണ്ണുകളെ ഞങ്ങൾ ബ്ലൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എവരി ഡിവൈസസ് യേശുവിൻ്റെ നാമത്തിൽ, പിശാചിൻ്റെ ആയുധങ്ങളെ ഞങ്ങൾ ബ്ലൈൻഡ് ചെയ്യുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ മീറ്റിങ്ങിൽ അവരിയ്ക്കുന്ന മുറികളിൽ അസാധാരണമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വലിയ ദൈവശക്തിയാൽ അവർ നിറയട്ടെ. അജിത് ബ്രദറിനെ പോലെ കർത്താവേ, ഒരു തലമുറ ഈ നാളുകളിൽ ബോൾനെസ്സോട് ധൈര്യശാലികളായി പുറത്തു വരട്ടെ. ഒരു സ്റ്റീഫനിലുണ്ടായിരുന്നത് പോലെയുള്ള ഒരു അനോയിൻറ്റിങ്, ഭയമില്ലാത്ത ഒരു പ്രകൃതം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. ഒരു സ്റ്റീഫനിലുണ്ടായിരുന്നത് പോലെ ഒരു ബോൾനെസ്സിൻ്റെ അനോയിൻറ്റിങ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നാട്ടെ. ലജ്ജിക്കാതെ യേശുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവ്, നിൻ്റെ ദാസൻ അജിത് ബ്രദറിനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ കുഞ്ഞിനെയും തൻ്റെ വൈഫിനെ, തൻ്റെ മാതാപിതാക്കളെ, തൻ്റെ സഹോദരങ്ങളെ, തൻ്റെ പ്രിയമുള്ളവരെയൊക്കെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുന്ന, യൂട്യൂബിൽ ഇത് കാണുന്ന എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അങ്ങനെ ഇന്ന് ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ മാനവും അടുത്തേക്ക് തരുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. May the love of our Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen, amen, amen. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ അജിത് ബ്രദറിനോടുള്ള നന്ദി പറയുക. അറ്റൻഡ് ചെയ്ത് എല്ലാവരോടുള്ള നന്ദി പറയുക. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു.